മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 7/11/1947 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകമാണ് നക്ഷത്രം, മകം 3-ാം പാദം. തുലാ ലഗ്നം, ലഗ്നത്തിൽ സൂര്യൻ ബുധൻ, 2-ൽ വ്യാഴം ശുക്രൻ, കേതു ഗുളികൻ. 3, 4, 5, 6, 7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ രാഹു, 9 ശൂന്യം, 10-ൽ കുജൻ, ശനി, 11-ൽ ചന്ദ്രൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. 1947 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് ഊഹിക്കാം. സീനിയറായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനില കൂടിയാണത്. എന്തുകൊണ്ടാണത്? പൊതുവേ ഈ ഗ്രഹനില പരിശോധിച്ചാൽ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാവും. എല്ലാ ഗ്രഹങ്ങളും രാഹുവിനും കേതുവിനും ഇടയിലായി നിൽക്കുന്നു. എന്ന് വെച്ചാൽ രാഹു കേതു നിൽക്കുന്ന രാശിക്ക് പുറത്ത്, രാഹുവും കേതുവും നിൽക്കുന്ന രാശികൾക്ക് പുറത്തായി ഒരു ഗ്രഹവുമില്ല. എ ടൈപ്പ് ഓഫ് കാളസർപ്പയോഗമാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും നേരിടേണ്ടി വരും. എന്നാൽ നെഗറ്റീവ്സ് നേരിട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു പോയിന്റിൽ ബ്രേക്ക് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുമോ എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം 100% കിട്ടും എന്ന് തന്നെയാണ്. കാരണം ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ സൂര്യൻ നീചഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. 2, ലഗ്നാൽ 10-ൽ കുജൻ, ശക്തനായ കുജൻ അഗ്നിമാരുത യോഗം ചെയ്ത് നീചഭംഗ രാജയോഗം കൊടുത്ത് നിൽക്കുന്നു. ഇത് രണ്ടും വളരെ പവർഫുള്ളായിട്ടുള്ള സൈൻസാണ്. 10-ലേക്ക് 2-ൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം അതിൻ്റെ 9ാമത്തെ ദൃഷ്ടിയും നടത്തുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ടോട്ടൽ ലൈഫിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, തുടക്കത്തിൽ കേതുദശയിലാണ് ജനിച്ചത്. അതിനുശേഷം ശുക്രനൊക്കെ വന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ട് ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു അത്. പൊതുവേ ശുക്രൻ ലഗ്നാധിപനാണ്. അത് കേതുവിനോടൊത്ത് ഗുളികൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നു. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. അവിടേക്ക് സ്വാഭാവികമായിട്ടുള്ള രാഹുവിൻ്റെ 7ാമത്തെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ശുക്രദശ നരക തുല്യം പോലെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ള ഒരു പ്രബല ഗ്രഹമാണ് ശുക്രൻ. അത് നല്ലതായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ മാളവ്യ യോഗമൊക്കെ കൊടുക്കുന്ന ശുക്രൻ വളരെ നല്ലതാണ്. പക്ഷേ ശുക്രൻ മോശമായാൽ ശുക്രനോളം മോശം മറ്റാരും ചെയ്യില്ല. അതിന് തുല്യമായിട്ടുള്ള ശുക്രനാണത്. ലഗ്നാധിപത്യം വഹിക്കുകയും കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഗുളികനോടൊത്ത് നിൽക്കുകയും ചെയ്യുന്ന ശുക്രനെ സൂക്ഷിക്കണമെന്നല്ല പറയുക, ഭയക്കണം. അപ്പോൾ ശുക്രൻ നല്ലതാണ് കണ്ണടച്ചു പറയുന്ന ആളുകൾക്ക് ഒരു റിമൈൻഡർ കൂടിയാണ്. ഇത്തരം ശുക്രൻ ഗുണമൊന്നും ചെയ്യില്ല, മാത്രമല്ല മാക്സിമം ഉപദ്രവം ചെയ്യുകയും ചെയ്യും. അദ്ദേഹം അതിൻ്റെ ഒരു വിക്റ്റിമാണ്, ഇര തന്നെയാണ്. അതിനുശേഷം സൂര്യദശ വന്നു. സൂര്യദശയുടെ സ്വാപഹാരം പോലെയുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞ് പതുക്കനെ കൊണ്ട് അദ്ദേഹം ഉയരാൻ തുടങ്ങി. സ്വന്തമായിട്ട് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ചെറിയ രീതിയിൽ തുടങ്ങുകയും പിന്നീട് അത് വളർന്ന് പന്തലിക്കുകയും പിന്നീട് അദ്ദേഹം ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലേക്ക് ഇറങ്ങുകയും അതിൽ നിന്ന് ധാരാളം ലാഭം കൊയ്യുകയും ചെയ്തു. എന്തുകൊണ്ട്? ഒന്ന്, നീചഭംഗ രാജയോഗം കൊടുക്കുന്ന സൂര്യനാണ്. ആദ്യത്തെ ഒരു സ്വാപഹാരം പോലെയുള്ള കാലങ്ങൾ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ അത് എത്തേണ്ടിടത്തേക്ക് ഒരാളെ ഗൈഡ് ചെയ്യും, എത്തിക്കും. അതിൽ ലാഭ നഷ്ടങ്ങളെ കാണിക്കുന്നത് ലഗ്നാൽ 10-ൽ ഇറങ്ങുന്ന മേഖലയിലെ ലാഭം നഷ്ടം എന്ന് പറയുന്നത് പ്രവർത്തന മേഖല. ലഗ്നാൽ 10 തൊഴിൽ സ്ഥാനം നീചഭംഗ രാജയോഗം ചെയ്ത് കുജൻ. ഇവിടെ ഉച്ചം പ്രാപിക്കുന്ന ഗ്രഹം വ്യാഴം, ചന്ദ്രാൽ 4-ൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. അഗ്നിമാരുത യോഗം കൂടാണ്. എന്ന് വെച്ചാൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തീയും കാറ്റും പോലെ പ്രവർത്തിക്കും. അതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാക്കാം. എന്നാൽ അതിനെയെല്ലാം വഴിമാറ്റി മുന്നോട്ട് എന്ന് പറയുന്ന ഒരു രീതി കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ഈ വ്യക്തിക്ക് അതിനുള്ള ശക്തി, ബുദ്ധി, ശേഷി, അവസരം ഇത്രയും ഉണ്ടാകും. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഭൂമി കാരക ഗ്രഹമാണ് കുജൻ. അത് 10-ൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ, റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള മേഖലകളിൽ നിന്ന് ലാഭം സുനിശ്ചിതം. അതങ്ങനെ തന്നെ അദ്ദേഹം കൃത്യമായിട്ട്, അദ്ദേഹത്തിന് അത്യാവശ്യം ജ്യോതിഷം അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു, കൃത്യമായിട്ട് അദ്ദേഹം ക്ഷമ കാണിച്ചു, കൃത്യമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു.
അതുകൊണ്ട് റിസൾട്ടും വളരെ വളരെ പോസിറ്റീവായി. പല ആളുകൾക്കുമുള്ള ഡൗട്ടാണ്, നീചഭംഗ രാജയോഗമൊക്കെ ഉണ്ടെങ്കിൽ അത് ഫലം ചെയ്യുമോ എന്ന് ചില ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഫലം ചെയ്യും. അത് ഫലം ചെയ്യേണ്ടുന്ന രീതിയിൽ നിൽക്കണം. പക്ഷേ അതാണ് കാര്യം. ഇപ്പോൾ ഇത് രണ്ടും ഇവിടെ നിൽക്കുന്നത് കൃത്യമായിട്ട് ഫലം ചെയ്യുന്ന രീതിയിലാണ്. വർക്ക് ചെയ്യാത്ത നീചഭംഗ രാജയോഗങ്ങളുമുണ്ട്. ഇപ്പോൾ ഗുളികനോടൊത്തൊക്കെ നിൽക്കുന്ന ഒരു ഗ്രഹം നീചനായിട്ട് നിൽക്കുന്നു, അത് ഭംഗം ചെയ്തു, രാജയോഗം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അണഞ്ഞ് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം ഗുളികൻ ആ ഗ്രഹത്തെ മുൻനിർത്തി തന്നെ കനത്തെ ആക്രമണം നടത്തും. ഇവിടെ വ്യാഴമായിട്ട് പോലും, വ്യാഴമൊപ്പം ഉണ്ടായിട്ട് പോലും ശുക്രനെ ഗുളികൻ വെറുതെ വിട്ടിട്ടില്ല. ശുക്രദശയിൽ മാക്സിമം മോശം ഇദ്ദേഹത്തിന് സംഭാവന ചെയ്യുകയുണ്ടായി. പക്ഷേ അതിൽ അദ്ദേഹം തളർന്നില്ല. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം അദ്ദേഹം ഫേസ് ചെയ്തു. എന്നിട്ട് ശുക്രദശ തീരുന്നതുവരെ കാത്തിരുന്ന ശേഷം അദ്ദേഹം സൂര്യദശയിൽ തൻ്റെ വിശ്വരൂപം കാണിക്കാൻ തന്നെ പുറപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം നേട്ടങ്ങളുടെ കഥ പറയാനും തുടങ്ങി. ഇത് വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു ഗ്രഹനിലയാണ്. മാത്രമല്ല ലഗ്നത്തിലൊക്കെ ഒരു ഗ്രഹം നീചനായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ മേടലഗ്നമാണ് ഒരാൾ, അവിടെ ശനി നീചനാണ് നിന്ന് കഴിഞ്ഞാൽ തുടക്കം തൊട്ട് തന്നെ ടഫായിട്ടുള്ള സാഹചര്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും. അതിനുശേഷം ഒരു പോയിന്റിൽ അത് ബ്രേക്ക് ചെയ്തിട്ട് അതേ ഗ്രഹം തന്നെ അവിടെ നിന്ന് രാജയോഗം കൊടുക്കും. ഇവിടെ ലഗ്നത്തിൽ സൂര്യൻ നീചനാണ്. മാത്രവുമല്ല അതാദ്യമേ തന്നെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് വാരി കൊടുക്കുകയും ചെയ്യും. ലഗ്നാധിപൻ നിൽക്കുന്നത് ഗുളികനോടൊത്താണ്. അപ്പോൾ ഈ 2 പോയിൻ്റ് കഴിഞ്ഞിട്ട് വേണം അതിനെ ബ്രേക്ക് ചെയ്തിട്ട് രാജയോഗം കൊടുക്കാനായിട്ട്. അത് കൃത്യമായി രാജയോഗം തന്നെ കൊടുത്തു. മാത്രവുമല്ല വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടിയിലാണ് തൊഴിൽ സ്ഥാനം ഇരിക്കുന്നത്. തൊടുന്നതെല്ലാം നേട്ടമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പിന്നീടത് വഴിമാറുകയും ചെയ്യും. അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 3, 6, 7 ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് കുജൻ. അഗ്നിമാരത യോഗം ചെയ്ത് നിൽക്കുന്നു. വളരെ വളരെ മോശമാണ്. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, വളരെ സംതൃപ്തികരമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം നയിക്കാനും അദ്ദേഹത്തിന് ഇത്രയും കാലം സാധിച്ചു. അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ല എങ്കിൽ വളരെ മോശമാണ്. ഡിവോഴ്സിന് വരെ സാധ്യതയുണ്ട്. നീചനായിട്ട് 7ാം ഭാവാധിപൻ പ്രത്യേകിച്ചും അഗ്നിമാരത യോഗം ചെയ്ത് ശനിയോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഭയക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ കൃത്യമായിട്ട് വന്ന് ഭവിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം ഏറ്റവും മനോഹരമായി ഇരിക്കുകയും ചെയ്തു, ഇപ്പോഴും ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മകമാണ് നക്ഷത്രം. കേതു ദശയിൽ ജനിച്ചു. 950 വരെ കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ, 70 വരെ 1976 വരെ 6 കൊല്ലം സൂര്യൻ, അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം, അതിനുശേഷം കുജൻ 93 വരെ, അതിനുശേഷം രാഹു 18 കൊല്ലം 2011 വരെ, അതിനുശേഷം ഗുരു 2027 വരെ. ശേഷമാണ് ശനിദശയിലേക്ക് കടക്കുക. ഈ ശനിദശയിലൊക്കെ കിടക്കുന്ന സമയത്ത് സ്വാപഹാരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും. നിലവിൽ ഇദ്ദേഹത്തിന് ഗുരുവിൽ രാഹുവാണ്. 28/2/2025 തൊട്ട് 25/7/2027 വരെ ഈ രാഹുവിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് നിലവിൽ ഉണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് തന്നെ മാറും. അതിന് കൃത്യമായിട്ട് ജാതകത്തിൽ യോഗവുമുണ്ട്. അതിനുള്ള ഒരു ടൈം വളരെ അടുത്ത് തന്നെ വരുന്നുമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രാഹുവിൻ്റെ അപഹാരം വരുന്ന സമയമെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാകുമ്പോൾ വലിയ കാര്യങ്ങൾ ക്രോർസിൻ്റെയൊക്കെ ഡീൽസിന് പോവാതെ സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ അഥവാ ഒരു തട്ടുകേടുണ്ടായാലും പിടിച്ചു നിൽക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ അല്പം കൂടെ കഴിഞ്ഞാൽ അത് വലിയ കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യാൻ ഉതകുന്നതായിട്ട് മാറും. അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ശ്രദ്ധിക്കാതെ പോയി ചെയ്തതിൻ്റെയാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ചല്പം സ്ട്രെസ്സ്, അല്പം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷേ അത് മാറാനുള്ളതെല്ലാം ജാതകത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ട്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.